ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് യോക്ക് ഫ്രോക്കാണ് കേട്ടോ വരുന്നത്. ട്രൈപോഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഉണ്ടോ, ഇതാണിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയ ഉടുപ്പ്. ഞാൻ ബാക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഫ്രോക്ക് വരുന്നത്. പിന്നെ ഇതിന് യോക്ക് ഫ്രോക്ക് ഉണ്ടോ പറയാ, യോക്ക് ഫ്രോക്ക്. ഞാൻ ഈ ഇതൊക്കെ ആം ഹോളിൻ്റെ അട 1 ഇഞ്ച് പിന്നെ അടിയിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ അത് കൊടുത്തിക്കണ്. അപ്പോൾ ഇതിന് നല്ല ഇവിടെ നല്ല പൊന്തി നിൽക്കും. ഇത് 1, അതേപോലെ തന്നെ 2. പിന്നെ ഇത് ഞാൻ ആ കട്ടിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന് കൈ വെച്ചിക്കണ്. അപ്പോൾ പിന്നെ അടിയിൽ പിന്നെ 1 വലുതും 2 ചെറുതുമാണ് കേട്ടോ. ഇതിന് ഞാൻ സ്ലീവ് കൊടുത്തിരിക്കണം. ആ പാറ്റേൺ തന്നെയാണ് ഇത് കട്ട് ചെയ്തിരിക്കണം. 2ഉം സെയിം 3ഉം സെയിം കട്ടിങ് തന്നെയാണ്. പക്ഷെ ഇതിന് സ്ലീവും ഉണ്ട്. പിന്നെ അടിയിൽ ഉണ്ടോ പ്രില്ലിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. യോക്ക് ഫ്രോക്കാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ യോക്കിന്ന് പിന്നെ ആം ഹോളിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് പിന്നെ അടിയിലേക്ക് അടിയത്തെ പാർട്ടിലാണ് ഇത് ഞാൻ 1 മീറ്റർ എടുത്തിട്ടുള്ളൂ. ഈ വർക്കില്ല മെറ്റീരിയൽ. ബാക്കി ഈ വർക്കില്ലാത്ത പ്ലെയിൻ മെറ്റീരിയൽ 4 മീറ്ററും പിന്നെ ലൈനിങ്ങും ഞാൻ എടുത്ത് 4 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് വന്നിരിക്കുന്നു കേട്ടോ. 400 ചില്ലാനായിട്ട് അത്യാവശ്യം അല്ല 400 ചില്ലാനാണ് ഇതിന് ഈ ഒരു ഇതിന് വന്നിരിക്കുന്നത് വർക്കുള്ളത്. അപ്പോൾ ഞാൻ അത് കുറച്ചെടുത്തുള്ളൂ. അപ്പോൾ ഇത് 4 മീറ്റർ കൊണ്ട് ഞാൻ 4 ഉടുപ്പ് അടിച്ചിരിക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ഈ അധികം തുണി വേണ്ടതിന്, പക്ഷെ നല്ല പൊന്തി നിൽക്കും. കുട്ടികളൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ 3 മണിയായപ്പോൾ മോൾട്ടി വന്നു സ്കൂളിട്ടോ. അപ്പോൾ ചോറ് വേണോ ചോദിച്ചപ്പോൾ എനിക്ക് ചോറ് വേണ്ട, എനിക്ക് കുറച്ച് ഈത്തപ്പായം ജ്യൂസ് അടിച്ചെന്നളീന്ന് പറഞ്ഞപ്പോൾ അത് അടിച്ചു കൊടുക്കാതി. നോള് അവിടെ ഒരു ഭാഗത്ത് ഇരുന്നോളും. ടി വി ആണ്, കൊച്ചു ടി വി ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും പറഞ്ഞ് പാല് കട്ടപ്പാലേനി. അപ്പോൾ നല്ല തണുപ്പാവില്ലേ കട്ട ആവിൽ അടിച്ചാൽ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി പറഞ്ഞ് ഞാൻ അടിച്ചാണ്. ഈത്തപ്പഴം കുതിർത്താത്തതുകൊണ്ട് അടിയോ ആവോന്ന് ഇതിലൊരു ഇതൊക്കെ ഉണ്ട്, പക്ഷേ അടിഞ്ഞില്ല കേട്ടോ. പിന്നെ ആ വെള്ളം ഒഴിവാക്കിയാണ്ട് ഞാൻ ഈത്തപ്പഴം മാത്രം ആദ്യം കുറച്ച് ഇതാക്കിയാണ്ട് നല്ലോണം അടച്ചിട്ടിട്ടാണ് പിന്നെ ആ വെള്ളം തന്നെ പാർന്നു. പാലും ഇല്ല വെള്ളവും പാർന്ന് ലൂസിലാക്കിയാണ് ഞാൻ ഓക്ക് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് തുറക്കാൻ ദോശയാണ്. വെളിച്ചക്കും തുറക്കാനും പാടെ ദോശയാണ് ഉണ്ടാക്കുന്നത്, പത്തിരിയല്ല. അപ്പോൾ ഞാൻ അതിന് അരച്ച് വെക്കാം കേട്ടോ. ഈ നേരത്തെ അരച്ച് വെച്ചാലും പിന്നെ തുറന്നേക്ക് ഒലിക്ക് ദോശയും കറിയും വേണ്ടി വരില്ല. തറാവേക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പിന്നെ വെളിച്ചക്കുമാണ് കഴിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചുടാലോ വിചാരിച്ചാൽ ഇപ്പോൾ ആട്ടണം കേട്ടോ. ഇപ്പോൾ ആട്ടിയാലും അത് നിറച്ച് വരും. ആട്ടൽ കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ മതി. കുറച്ച് ചൂടുള്ള ഭാഗത്ത് അടുപ്പിൻ്റെ ഒരു സൈഡിൽ വെച്ചാൽ അത് നിറച്ച് വന്നോളൂ കേട്ടോ. പിന്നെ ഇത് മുരിങ്ങാക്കായി എൻ്റെ വരയിൽ നിന്ന് കൊടുത്തയച്ചാണ്. ഞാൻ ചോറ് വെക്കാത്തതുകൊണ്ട് എനിക്ക് വല്ലാതെ ആവശ്യമില്ല. അപ്പോൾ എന്നാലും കൊന്നാളി ഞാൻ നാളെ ചോറ് വെച്ചാണ്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തയച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്നായിട്ട് വെച്ചാൽ നീളത്തിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ കൊള്ളൂല. അപ്പോൾ ഞാൻ ചെറുതാക്കി വെച്ച് കവറിലാക്കി കണ്ട് വെച്ചാൽ സ്ഥലം ഉണ്ടാകുമല്ലോ. ഫ്രിഡ്ജിലാണെങ്കിൽ ഈച്ചക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത മാതിരിയാണ് ഇപ്പോൾ. എല്ലാം നോമ്പാകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, കുറച്ച് കൂടുതലേക്കാരം നോമ്പിന്. അപ്പോൾ ഞാനത് ബോക്സിലാക്കി വെച്ചാൽ അപ്പോഴും പിന്നെ സ്ഥലം കമ്മിയാക്കാരം. അപ്പോൾ ഞാൻ കവറിലാക്കി വെച്ചാൽ അടിയത്തെ ബോക്സിലിട്ടാൽ കുറേ കൊള്ളും. അപ്പോൾ ഞാൻ അതിലൊക്കെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കവറിലാക്കുക. കുറച്ച് മുത്തൂനും കൊടുക്കാം. നാളെ ചോറ് വെക്കുമ്പോൾ പയറും പിന്നെ കുറച്ച് ക്യാരറ്റും ഈ മുരിങ്ങക്കായൊക്കെ ഇട്ട് നമ്മൾ അവിയൽ വെക്കൂലേ, ഈ പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ചിട്ടുങ്ങാണ്ട് തൈര് വറന്നിട്ട് അതേപോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുരിങ്ങക്കായ് കൊടുത്തേക്കാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൊടുന്ന് പിന്നെ കുഞ്ഞുട്ടി സാമാനം കൊടുന്നൊക്കെ ഓരോന്ന് അതിനകത്തേക്ക് വെക്കട്ടെ.
ആദ്യമൊന്നും പിന്നെ ഫസ്റ്റിലൊക്കെ ദോശ അരച്ചാൽ ഞാൻ ദോശ അരച്ചാന്ന് ഒരിക്കലില്ലേന് കേട്ടോ. പിന്നെ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിന് എക്സ്പീരിയൻസ് വേണം പറയില്ലേ, എന്നാലല്ലേ ജോലിക്ക് എടുക്കുള്ളൂ. അതേപോലെ ആട്ടി 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 ഇപ്പോൾ എങ്ങനെ അരച്ചാലും അത് നരച്ച് വരും. അപ്പോൾ നരച്ച് പാത്രത്തിലാക്കി നല്ലോണം ഇളക്കി, അപ്പം സോഡയൊക്കെ ഇട്ടിട്ടാണ് മിക്സിയിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചത്. പിന്നെ അപ്പോൾ നല്ലോണം ഇളക്കിങ്ങാണ്ട് അവിടെ അത് അടുപ്പത്ത് മാറ്റി അടുപ്പിൻ്റെ ഒരു സൈഡിൽ വെച്ചാൽ ആ 10 മണിയാകുമ്പോഴത്തേനും അത് നരച്ച് വരും. അപ്പോൾ ചൂടോടെ തന്നെ ചുട്ടാലും മതിയല്ലോ. പിന്നെ ഇന്ന് 2 സ്നാക്സാണ് കേട്ടോ നോമ്പിന് തുറക്കുമ്പോഴത്തേനും ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് ചെറിയ 2 സവാള ചെറുതാണ് കേട്ടോ, വലുതാണെങ്കിൽ 1 സവാള ചെറുതാക്കി അരിഞ്ഞ് ഉപ്പിട്ടിക്കണം. ഉപ്പ് വാടി വരുമ്പോഴേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വാടി വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പച്ചമുളകും ചെറിയ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് നല്ലോണം ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് പോട്ടെ, അതോളൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെയാണ് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയാണ് ഇട്ടെടുത്ത് പൊടികളായിട്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറോളം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ട് വാർന്നിട്ട് അതൊന്ന് വഴറ്റിയിട്ട് പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കണം, അതിൻ്റെ കുഞ്ചിയാണ് കേട്ടോ ഉള്ളിലത്തെ മഞ്ഞക്കരു, അത് ഇതിട്ടിട്ട് ഇതിലേക്ക് മിക്സാക്കിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക ആ മസാലയ്ക്ക്. അപ്പോൾ അതിനുള്ള മസാലയായി. അപ്പോൾ അത് കൊണ്ട് മാറ്റി വെച്ച് നമുക്ക് ബാറ്റർ ഉണ്ടാക്കണമല്ലോ. ഞാൻ മുട്ട ബജിയും പിന്നെ ഈത്തപ്പഴം പൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദയാണിത് എടുത്തിക്കണത്. ഇത് ഈത്തപ്പഴം പൊരിക്കാണ് കേട്ടോ. 1.5 കപ്പ് മൈദയ്ക്ക് കുറച്ച് അപ്പസോഡയും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് നമ്മളെ പഞ്ചസാരയൊക്കെ നമ്മളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഞാനിങ്ങനെ അടിക്കണില്ലേ ഇങ്ങനെ കൈ കൊണ്ട് അതേപോലെ ഇതാക്കി വന്നാൽ ഈ മാവ് നമ്മൾ അപ്പം തന്നെ ചുട്ടാലും നല്ല പൊന്തി വരും കേട്ടോ. അത് കുറച്ച് സമയം ഇതിൽ കട്ട ഇങ്ങനെ കൈ കൊണ്ട് അടിച്ചിങ്ങാണ്ട് കട്ട നല്ലോണം ഉടച്ചാൽ നല്ലോണം പൊന്തി വരും മാവ് കേട്ടോ. നമ്മൾ അപ്പം കൂട്ടി അങ്ങനെ കുറേ സമയം വെക്കൊന്നും വേണ്ട, നല്ലോണം പൊന്തി വരും. പിന്നെ അത് ഞാൻ മുട്ട ബജിക്കില്ല പിന്നെ ബാറ്റർ ഉണ്ടാക്കുകയാണ്. ഇതിക്ക് കുറച്ച് SRും 2 കയ്യിൽ നമ്മൾ കഞ്ഞി കുടിച്ചുന്ന കയ്യിലുണ്ടല്ലോ, 1.5 കയ്യിൽ 2 കയ്യിലുള്ളത് 1.5 കയ്യിൽ കടലമാവ് ഇട്ടിട്ട് അയക്കുപ്പും അപ്പസോഡ ഇട്ടിട്ട് അതൊന്ന് മാറ്റി വെച്ചേക്കണം. പിന്നെ ഇത് പഞ്ചസാരയും ഏലക്കായും അണ്ടിപ്പരിപ്പും ഞാൻ തേങ്ങ ഫില്ല് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈത്തപ്പഴം പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിക്കും അതൊന്ന് പിന്നെ പൊടിച്ചുകൊണ്ട് അതും ചേർത്ത് ഈ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് പിന്നെ നിറച്ച് കൊടുക്കുകയാണ്. മൂക്കാത്ത തേങ്ങയാണ്, അപ്പോൾ കട്ട പോലെ പോന്നിക്കണം ചിരണ്ടിയപ്പോൾ. നോമ്പല്ലെങ്കിൽ അന്ന് തൊള്ളിക്ക് ഇട്ടാൽ മതി, നോമ്പായതുകൊണ്ട് ഇപ്പോൾ അതിന് പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ഞെരടി ചെറുതാക്കുകയാണ് ഞാൻ. എന്നിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാക്കിങ്ങാണ്ട് അതും അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം ഫസ്റ്റ് പൊരിച്ചിട്ട് പിന്നെയാണ് മുട്ട ബജി പൊരിക്കുന്നത്. പിന്നെ മറ്റേ മസാല ഞാൻ ആദ്യം ഉണ്ടാക്കിയ മസാല മുട്ടൻ്റെ ഉള്ളിൽ പകുതി ഇങ്ങനെ ബോൾസാക്കിങ്ങാണ്ട് അതിൻ്റെ ആ കുഞ്ചി കിടന്ന ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗത്തേക്ക് നിറച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഈത്തപ്പഴം പൊരിച്ചും പിന്നെ ആ എണ്ണയിൽ തന്നെയാണ് ചൂടാറിന് മുന്നേ തന്നെ ആ എണ്ണയിൽ തന്നെയാണ് മുട്ട ബജിയും പൊരിച്ചെടുക്കണം കേട്ടോ. നല്ല പൊന്തി വന്നിക്കണുണ്ടോ. ഇതേപോലെ അപ്പം കൂട്ടിയാലും പഴംപൊരിക്കാണെങ്കിലൊക്കെ നമ്മൾ അപ്പോൾ പിന്നെ കൂട്ടി വെച്ചാലും മതി, കുറേ സമയം അങ്ങനെ കൂട്ടി വെക്കണമെന്നൊന്നുമില്ല, എന്നാലും നല്ലോണം പൊന്തി വരും. നല്ല സോഫ്റ്റ് ആയിക്കാരം കേട്ടോ ഇത്.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടമായെന്ന് കമൻറ്റിലൂടെ അറിയിക്കാനൊന്നും മറക്കല്ലേ കേട്ടോ. ഒരുപാട് പോരായ്മകളുണ്ടാവും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ആദ്യമായിട്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് അറിയാത്തത് നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം പൊരിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അസ്സലാമു അലൈക്കും.